ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബേബി കോൺ കൊണ്ടുള്ള മഞ്ചൂറിയൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ കുറച്ച് ബേബി കോൺ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് തിളച്ച ശേഷം അതിലേക്ക് ഞാൻ ബേബി കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് ഇനി മാവ് കലക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയും മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഉണ്ട് കേട്ടോ. എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരു 1/4 സ്പൂണിനോ ഒരു 1/2 സ്പൂൺ, ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളത് കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതേ ഒരു 5 മിനിറ്റ് തിളപ്പിച്ച ബേബി കോൺ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് വെന്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് എല്ലാം തിളപ്പിക്കണുള്ളൂ. അത് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ചെറിയ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. മുറിച്ചെടുത്തിട്ട് നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട് വേണം അത് എണ്ണയിൽ പൊരിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാനതെല്ലാം ചെറിയ പീസസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു കോട്ടിങ് മതി കേട്ടോ. വല്ലാണ്ട് നമ്മൾ മാവ് ലൂസാക്കി കഴിഞ്ഞാൽ നിറയെ മാവ് ആ ബേബി കോണിൽ പറ്റും കേട്ടോ. ചെറിയൊരു അപ്പം ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, മാവിൽ വല്ലാണ്ട് ലൂസാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം മാവ് പറ്റില്ല കേട്ടോ അതിൽ. അപ്പം ആ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. വല്ലാണ്ട് ഇങ്ങനെ നമ്മൾ മുക്കി മാവ് ഇങ്ങനെ ഫുള്ളായിട്ട് അത് മൂടി നിൽക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു കോട്ടിങ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പം വല്ലാണ്ട് ആയിക്കഴിഞ്ഞാൽ ബജ്ജി പോലെ ആവില്ലേ, അപ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പം ചെറിയൊരു കോട്ടിങ് മതി. അപ്പം നമ്മൾ മഞ്ചൂറിയൻ കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഓരോന്നോരോന്ന് വറുത്തെടുക്കുകയാണ്, കുറച്ച് ഇട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഈ ബേബി കോൺ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ. അതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, അങ്ങനെ കുറേ സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് നമ്മളിങ്ങനെ വറുത്ത് എടുത്ത് നമ്മൾ കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സലാഡിലൊക്കെ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് സലാഡായിട്ടൊക്കെ അതിലൊക്കെ ഉപയോഗിച്ച് അങ്ങനെ കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. നമ്മുടെ കോണില്ലേ, ചോളം, അതിനേക്കാളിലും കുറച്ചും കൂടെ നല്ലത് ഈ ബേബി കോണാണ്. ഇത് ഇങ്ങനെ വളർന്നു വരുന്ന ആ സമയത്ത് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അത് കോണിനേക്കാളിലും കുറച്ച് ഹെൽത്തി മീൻസ് കുറേ വിറ്റാമിനും കാര്യങ്ങളൊക്കെ നിറയെ അടങ്ങിയിട്ടുള്ളത് ഈ നമ്മുടെ ബേബി കോണിലാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബേബി കോൺ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ ഇട്ടത്. എന്തെങ്കിലും ഓയിലുണ്ടെങ്കിൽ അത് അബ്സോർവ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലാണ് വെച്ചത്. ഇനി നമുക്ക് മഞ്ചൂറിയൻ ഉണ്ടാക്കാനായിട്ട് ഒരു വലിയൊരു സവോളയുണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ചെറുതായിട്ട് നുറുക്കണം കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഉണ്ടായിരുന്നു ഇഞ്ചി, പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് നുറുക്കി അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കൊരു ക്യാപ്സിക്കം, ഒരു പകുതി ക്യാപ്സിക്കം കേട്ടോ, അതിങ്ങനെ ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അത് വല്ലാണ്ടിട്ട് വഴറ്റരുത് ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ, കാരണം അതൊന്ന് സോഫ്റ്റ് ആയി പോകും കേട്ടോ. അത്ര സോഫ്റ്റ് ആവരുത്. നമുക്കപ്പോൾ മഞ്ചൂറിയൻ കഴിക്കുമ്പോൾ ആ മുളകിൻ്റെ ഒരു നല്ലൊരു ക്രിസ്പിനെസ് കടിയും കിട്ടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ അധികം ഇങ്ങനെ വഴറ്റരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോൺഫ്ലവറും വെള്ളവും കൂടെയുള്ള മിക്സ് നമ്മളിതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ട് അതൊന്ന് മിക്സായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടും. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ബേബി കോൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഗ്രേവിയാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക്
അത്ര ഗ്രേവി അല്ല വേണ്ട, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തത്. ഇപ്പോൾ ആ ബേബി കോണൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഗ്രേവിക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ആ കോൺഫ്ലവർ കലക്കിയപ്പോൾ അതിൽ ലേശം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പും കൂടി ഇട്ടിട്ടാണ് കലക്കിയത്. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ എല്ലാത്തിലും ഉപ്പ് പിടിച്ചോളുമല്ലോ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മല്ലിയില നമ്മൾ ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മല്ലിയില ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ബേബി കോൺ മഞ്ചൂറിയൻ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക് യു.